പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന്റെ ആസ്ഥാനം അല്പസമയം മുമ്പാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചത്. മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. അതിൽ തീപിടിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏതാണ്ട് ആ കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയാകുന്ന അല്ലെങ്കിൽ തീ വിഴുങ്ങുന്ന നിലയിലേക്ക് അതിൽ മുഴുവൻ തീ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളും നിന്ന് കത്തുകയാണ്. വലിയ പുക നഗരത്തിലേക്ക് ആകാശത്തേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു സ്ഫോടനമാണ് ആ കെട്ടിടത്തിൽ ഉണ്ടായത്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു ആ വാർത്ത അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന ഭാഗത്തേക്ക് വന്നത്. അതിനപ്പുറത്തേക്ക് ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും തീ വിഴുങ്ങിയ നിലയിലാണ്. ഇപ്പോഴും അത് തീ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളും വ്യക്തമാക്കുന്നത്. പി ജെയിംസ് തുടരുന്നുണ്ട്. പി ജെയിംസ്, എന്തായിരിക്കും അമേരിക്കയുടെ റോള്? എന്തായിരിക്കും G7 രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? സംഘർഷം ലഘൂകരിക്കുന്നതിലേക്ക് എന്തെങ്കിലും നിർണായക ചുവടുവയ്പ് നടത്താൻ G7 രാജ്യങ്ങൾക്ക് കഴിയുമോ? അമേരിക്ക അതിന് മുൻകൈ എടുക്കുമോ? സാധാരണ ഇത്തരം കാര്യങ്ങളിൽ സമാധാന സന്ദേശവുമായി എത്തുന്നു എന്ന് എപ്പോഴും പറയുന്ന ആളാണ് ട്രംപ്. ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥമായ സമീപനം അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. പകരം ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ഈ സംഘർഷ മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പൽ വരുന്നു, അത് അടിയന്തരമായി ഇവിടേക്ക് അതിൻ്റെ യാത്ര മാറ്റുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അതിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ സമാധാനത്തിന് വേണ്ടിയുള്ളതായിരിക്കില്ല. പകരം അത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും, ഇറാനെതിരെ ആയിരിക്കും ആ നീക്കമെന്നതല്ലേ നമ്മൾ ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിജയകുമാർ, ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട് പൊതുവെ ഒരു ഇരട്ടത്താപ്പ് നയമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേലിനോട് പറഞ്ഞു ഇറാനെ ആക്രമിക്കരുത്, ഞങ്ങളൊരു ആണവ കരാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ചു. മറുഭാഗത്ത് ആക്രമണം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾ നേരിട്ട് ആക്രമിക്കാൻ പറയില്ല, നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങളുടെ കാര്യം, പക്ഷേ ഞങ്ങൾ ഇതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് ഇറാനും മറ്റു രാജ്യങ്ങൾക്കൊരു നിലപാട് കൊടുക്കുന്ന രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ നിമിറ്റ്സ് എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ തന്നെ അമേരിക്ക ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് വിജയകുമാർ. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓടി ഒളിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ശരിയല്ലെന്നും അദ്ദേഹം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അടിയന്തരമായ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേലിൽ നിന്ന് വരുന്നുണ്ട്. ഒരു പക്ഷേ ടെലവീവിൽ നിന്നുള്ള റിപ്പോർട്ടുകളും അതാണ് കാണിക്കുന്നത്. എന്തായാലും നേരത്തെ ഹൈഫയിൽ സൈറൻ മുഴങ്ങിയിരുന്നു. അവിടെ ഓൾറെഡി ഒരു ആക്രമണം ഇറാൻ്റെ നടന്നതാണ്. അവിടെ ഹൈഫയിൽ അവിടെ റിഫൈനറി തകർന്നിട്ടുണ്ട്. അവിടുത്തെ ഇലക്ട്രിക്കൽ സംവിധാനത്തിന് കേടുപറ്റിയതായി ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ വീണ്ടും ഒരു ആക്രമണം വരുന്നു എന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് അനുഭവപ്പെട്ടിട്ടില്ല. എന്തായാലും ടെഹ്റാനിലും ഹൈഫയുമാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ജെറൂസലേമിലേക്ക് വരാം. ഇതിനിടയിൽ ഒരുപക്ഷെ ഒരു മിസൈൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 8 തരത്തിലുള്ള മിസൈലുകളാണ്. അത് ആദ്യത്തെ ഏറ്റവും കുറഞ്ഞ 100 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന പോപ്പൈ, അതിൻ്റെ എക്സ്ട്രാ 150 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന 150 കിലോമീറ്റർ ദൂരേക്ക് എത്തുന്നത് പോപ്പൈ ടെർബോ, അത് 200 കിലോമീറ്റർ എത്തുന്നതാണ്. ഗബ്രിയാൽ എന്നുള്ളതൊരു മാലാഖയുടെ പേരാണ്. അത് 35 മുതൽ 400 കിലോമീറ്റർ വരെ എത്തുന്നതാണ്. ദലീല, സാംസന്റെ പഴയ നിയമത്തിലെ സാംസനെ വീഴ്ത്താൻ ചെന്ന ഭാര്യയുടെ പേരാണ് മറ്റേ ദലീല. അത് 250 മുതൽ 300 കിലോമീറ്റർ. ലോറ 280. ഇസ്രായേൽ 2 നഗരങ്ങളുടെ പേരിലുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈൽ എന്ന് പറയാവുന്നത്. അത് ജെറിക്കോ 2ഉം ജെറിക്കോ 3ഉമാണ്. ജെറിക്കോ 2 1500 മുതൽ 3500 കിലോമീറ്റർ എത്തും. 4800 മുതൽ 6500 കിലോമീറ്റർ ദൂരെ എത്തുന്നതാണ് ജെറിക്കോ 3. അപ്പോൾ അങ്ങനെ ലോങ് റേഞ്ച് മിസൈലുകൾ ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. പക്ഷേ 17 തരം മിസൈലുകളുണ്ട് ഇറാൻ്റെ കയ്യിൽ. ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകൾ അത് ഒരുപക്ഷെ ലോങ് റേഞ്ച് മിസൈലുകൾ അവരുടെ കയ്യിലില്ല.
അവരയിലുള്ളത് മുഴുവൻ ഷോർട്ട് റേഞ്ചും ഇൻ്റർമീഡിയറ്റ് റേഞ്ചുമാണ്. അതിൽ ഷഹാബ് 1, ഫത്താഹ്, പ്രാഡ്, ഫത്താഹ് 313, കുത്സ്, യാലി തുടങ്ങി സൗമാർ 2500 കിലോമീറ്റർ പോകുന്ന സൗമാർ. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1300 മുതൽ 1500 കിലോമീറ്ററാണ് ഇസ്രായേലിനും ഇറാനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇവിടെ നിന്ന് തൊടുത്താൽ, അത് സൗണ്ടിനേക്കാൾ വേഗത്തിലുള്ള മിസൈലുകളാണ് പലതും, സൂപ്പർസോണിക് മിസൈൽ തൊടുത്താൽ 12 മിനിറ്റാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലെത്താൻ, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഇറാനിലെത്താൻ. ഈ 12 മിനിറ്റ് ഒരു മിസൈൽ തൊടുക്കുമ്പോഴാണ് ഒരു സൈറൻ മുഴങ്ങുന്നത്. ഓൾറെഡി ഒരു മിസൈൽ എയറിലാണ് എന്നുള്ള സന്ദേശമാണ് ഹൈഫയിൽ വന്നത്. അത് 12 മിനിറ്റാണ്. ഒരു പക്ഷേ അതൊരു എന്താ പറയുക, പേടിപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം. എന്തായാലും 200 ബാലിസ്റ്റിക് മിസൈലുകളാണ്. അത് ഇൻ്റർമീഡിയറ്റ് മിസൈലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ അയച്ചത്. അത് 3 ദിവസം കൂടി 400-ലേറെ മിസൈലുകൾ അയച്ചിരുന്നു. ആ മിസൈലുകൾ ഏതാണ്ട് ഇൻ്റർമീഡിയറ്റ് സ്വഭാവത്തിൽപ്പെടുന്നതാണ്. 1000-നും അതുപോലെ തന്നെ 2500 കിലോമീറ്ററിന് ഇടയിൽ വരുന്ന മിസൈലുകളാണ് ഇസ്രായേലിൽ പതിച്ചത്. അത് സ്വാഭാവികമായിട്ടും അത് അവിടുത്തെ അയൺ ഡോമിനെയും ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയിട്ടുള്ള ഇൻ്റർസെപ്റ്റേഴ്സിനെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു മിസൈലിൻ്റെ വേഗത സൗണ്ടിനേക്കാൾ 5 ഇരട്ടി വരെ പോകാം. അത് വന്ന് മേലോട്ട് പോയി നേരെ താഴോട്ട് പതിക്കുകയാണ്. അതിനുള്ളിൽ അയൺ ഡോം അടക്കമുള്ള ഇൻ്റർസെപ്റ്റ് സംവിധാനങ്ങൾക്ക് റഡാറിൽ അത് ക്യാച്ച് ചെയ്ത് അടിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് പല മിസൈലുകളും വന്ന് വീഴുന്നത്. അപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വന്നാൽ തടയാൻ പറ്റും, പക്ഷേ 100 കണക്കിന് വന്നാൽ തടയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. 2 തരം മിസൈലുകളാണ് ഇതുവരെ ഇസ്രായേലും ഇറാനും പ്രയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് ക്രൂയിസ് മിസൈലാണ്. ക്രൂയിസ് മിസൈൽ വളരെ ലോ ഫ്ലൈയിങ് ആണ്, റഡാറിൻ്റെ ഇതിൽ പെടില്ല. പക്ഷേ 2 മണിക്കൂർ എടുക്കും അത് ട്രാവൽ ചെയ്യാൻ. ഇസ്രായേലിൽ നിന്നൊന്ന് തൊടുത്താൽ 2 മണിക്കൂർ കൊണ്ടാണ് അത് ഇറാനിൽ പതിക്കുന്നത് തിരിച്ചും. അത് ക്രൂയിസ് മിസൈലുകളാണ്, ഷോർട്ട് റേഞ്ച് ആണ്, പക്ഷേ ലോ ഫ്ലൈയിങ് ആയതുകൊണ്ട് ഇതില്ല. പിന്നെ ഡ്രോണുകൾ പരസ്പരം ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകൾ 9 മണിക്കൂർ വരെ എടുക്കാം അവിടെ എത്താനായിട്ട്, അത്ര സ്പീഡ് കുറവാണ് ഡ്രോണുകൾക്ക്. പക്ഷേ ഇവിടുത്തെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഇസ്രായേലിലും ഇറാനിലും വലിയ രീതിയിൽ ഇതുണ്ടായിട്ടുള്ളത്. 12 മിനിറ്റ് മതി 1300 മുതൽ 1500 കിലോമീറ്റർ വരെ എത്താൻ. 12 മിനിറ്റ് മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംവിധാനം വളരെ പെട്ടെന്ന് ആഘാതമേൽപ്പിക്കാൻ കഴിയുന്നതാണ്.